മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന പരാതി. കാലുവേദനയുടെ ഭാഗമായി നടത്തിയ ശസ്ത്രക്രിയയിൽ രോഗിയുടെ കാലിലെ ഞരമ്പുകൾ മുറിച്ചുമാറ്റി. നടന്ന ആശുപത്രിയിലെത്തിയ രോഗിയുടെ കാല് മുറിച്ചുമാറ്റേണ്ട അവസ്ഥയിലാണെന്ന് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നു. ഗുരുതരാവസ്ഥയിലായ നിലമ്പൂർ സ്വദേശിനി പാർവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒരു പ്രതികരണം വന്നിട്ടുണ്ടതിലേക്ക് ആദ്യം. ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് അമ്മയ്ക്ക് കാലിന് വേദനയാണ് കാണിക്കാൻ പോയതായിരുന്നു. അതിൽ അവര് ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ECG റിപ്പോർട്ടും ഒക്കെ എഴുതി അവിടുന്ന് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ഡേറ്റ് തന്നുകൊണ്ട് 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഈ മാസം 10-ാം തീയതി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ ചെയ്ത് വാടിക്ക് 11 മണിയായപ്പോൾ രാവിലെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു എക്സ്റേ എടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടി എക്സ്റേ എടുപ്പിച്ചു. അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാടിക്ക് തന്നെ മാറ്റി അവിടെ കടത്തി. പിന്നെ രാത്രി ആയപ്പോൾ കാലിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി. കളർ മാറിയപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞപ്പോൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ആദ്യം പരിശോധിച്ച ശേഷം വിശദീകരണം നൽകാമെന്നാണ് മഞ്ചേരി ആശുപത്രി അധികൃതരുടെ പ്രതികരണം. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, 73 വയസ്സുള്ള വയോധികയ്ക്കാണ് ഈ രീതിയിലുള്ളൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിക്കെതിരെ, മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് പാർവതി എന്ന വയോധികയുടെ ബന്ധുക്കൾ. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്നും പറയുന്നത് പരിശോധിക്കട്ടെ എന്ന് മാത്രമാണോ? ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഇവർക്ക് എന്തിനാണ് ചികിത്സ ഉണ്ടായത്? എന്ത് ചികിത്സയ്ക്കാണ് എത്തിയത്? അപ്പോൾ എന്തിനായിരുന്നു ഈ ശസ്ത്രക്രിയ? പ്രജിൻ, ഇവർക്ക് കാലിന് അസുഖം, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആശുപത്രിയിൽ എത്തുന്നത്. നടന്ന ആശുപത്രിയിലേക്ക് എത്തിയ വയോധികയാണ് എന്നുള്ള കാര്യം ഓർക്കണം. 73-കാരിയായിട്ടുള്ള പാർവതി ആശുപത്രിയിലേക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടോടു കൂടിയാണ് അവർ ആശുപത്രിയിൽ എത്തുന്നത്. എന്നാൽ അവിടെ വെച്ച് ഒരു ശസ്ത്രക്രിയ അനിവാര്യമാണ് എന്ന് അറിയിക്കുകയും തുടർന്ന് മെയ് 12-ന് 10 ദിവസങ്ങൾക്കിപ്പുറം ഡേറ്റ് നൽകുകയും മെയ് 12-ന് അവരുടെ ശസ്ത്രക്രിയ ഇവിടെ വെച്ച് നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഈ 73-കാരിക്ക് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അവരുടെ കാലിന്, ഈ സർജറി ചെയ്ത കാലിൽ വലിയ തണുപ്പ് അനുഭവപ്പെടുകയും ഉടനെ തന്നെ ഡ്യൂട്ടി ഡോക്ടറെ ഒക്കെ അറിയിച്ചപ്പോഴാണ് അവരുടെ സ്ഥിതി അല്പം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൽ ഈ കാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി നിലച്ചതായി മനസ്സിലായി. അതിന്റെ സ്കാനിംഗ് റിപ്പോർട്ടും ഒക്കെ ഇവർ ഇപ്പോൾ നൽകുന്നുണ്ട്. ഇതിന് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ രോഗിയെ അവർ റെഫർ ചെയ്യുകയായിരുന്നു. എന്താണ് കാരണം? അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വ്യക്തമാക്കിയിരുന്നില്ല. ഈ വെയിൻ കട്ടായ കാര്യമൊന്നും ഈ രോഗിയോടോ ബന്ധുക്കളോടോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. തുടർന്ന് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ അവർ അറിയുന്നത്. കാലുവേദനയുമായി എത്തിയ ഈ രോഗിയുടെ കാലിന്റെ ഞരമ്പ് മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു. നടന്ന ആശുപത്രിയിൽ എത്തിയ ഈ രോഗിയുടെ കാല് മുറിച്ചു മാറ്റേണ്ടുന്ന അവസ്ഥയാണ് നിലവിൽ എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യം. 3 ശസ്ത്രക്രിയകൾ ഇതിനോടകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് അവരുടെ കാലിൽ നടത്തി. എന്നിട്ടും പക്ഷേ ഇവർക്ക് പൂർണ്ണമായി നടക്കാനോ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരാനോ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്.